വളരെ സീരിയസ് ആയൊരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മറ്റൊരു വിഷയമാണ് ശരിക്കും ഞാൻ ഇന്നത്തെ അവതരണത്തിനായി തയ്യാറാക്കി വെച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് എനിക്കുണ്ടായ ഒരു ഞെട്ടിക്കുന്ന അനുഭവവും ആ അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവുമാണ് ഈ എപ്പിസോഡ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ഡെപ്ത് എത്രത്തോളം വലുതാണെന്ന് ഇത് മുഴുവൻ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. നാം ഇന്ന് കാണുന്ന സമൂഹത്തിന് പിന്നിൽ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കറുത്ത ശക്തിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സമൂഹ നന്മയെ ഓർത്ത് ദയവ് ചെയ്ത് നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സാത്താൻ സേവ, ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ കറുത്തച്ഛനോട്ട്, ഈ പേരൊക്കെ കേരള ജനത കേൾക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. മലയാള സിനിമാ സംവിധായകൻ ജയരാജിൻ്റെ റെയിൻ റെയിൻ കം അഗെയിൻ എന്ന സിനിമയിലൂടെയാണ് മലയാളികൾ ആദ്യമായി ഈ സാത്താൻ ആരാധനയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. അതുവരെ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് മാത്രം കേട്ടുകേൾവിയുണ്ടായിരുന്ന ഒരു കാര്യം, അതും വിദേശ രാജ്യങ്ങൾ വളരെ രഹസ്യമായി ചെയ്തു വന്നിരുന്ന ഒരു ആഭിചാര പ്രക്രിയ എന്നതിലുപരി ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പിന്നീട് തിരുവനന്തപുരത്ത് നടന്ന കുപ്രസിദ്ധമായ കേതൽ ജിൻസൺ രാജ എന്ന സൈക്കോ കില്ലറിൻ്റെ കേസ് വന്നപ്പോൾ കേരള ജനത സാത്താൻ സേവ എന്ന ഈ പേര് കേട്ട് നടുങ്ങുകയും പിന്നീട് എന്താണ് ഈ സാത്താൻ സേവ എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് വന്ന മലയാള സിനിമയായ ആദം ജോൺ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണിച്ചു തന്നിരുന്നു. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ കോടികൾ തൂത്തുവാരിയ ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയ ലോകേഷ് കനകരാജിൻ്റെ ചിത്രം ലിയോയും സാത്താൻ ആരാധന കുറച്ചൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴും കേരള ജനത സാത്താൻ സേവ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കുകയാണ്. പക്ഷേ ഈയിടെ എനിക്കുണ്ടായ ഒരു അനുഭവം ഏറെക്കുറെ അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്ന എന്നെപ്പോലും ഞെട്ടിച്ചു കളയുന്നതായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചൊരു വാട്സപ്പ് മെസ്സേജിൽ നിന്നായിരുന്നു തുടക്കം. ഞാൻ ക്രിസ്ത്യൻ വ്ളോഗൊക്കെ ചെയ്തുണ്ടെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാണ് അവൻ എനിക്ക് മെസ്സേജ് അയച്ചത്. അങ്ങനെ അവൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ അവൻ്റെ സുഹൃത്തുമായ ആ വ്യക്തിയെ പരിചയപ്പെടാനിടയായി. കക്ഷിയെ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങി. നിയമപരമായ പ്രശ്നങ്ങളുള്ളതിനാൽ ആളുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പുള്ളി ഒരു കടുത്ത നിരീശ്വരവാദിയാണ്. അത് തുടക്കത്തിലെയുള്ള സംസാരത്തിലെ തന്നെ എനിക്ക് പിടികിട്ടി. മാത്രമല്ല കടുത്ത ഒരു മയക്കുമരുന്നിനടിമയും, അതും രാസലഹരി. ആൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒരു അത്യാവശ്യം പാരമ്പര്യവും സമൂഹത്തിലെ മാന്യതയുമായ ഒരു കുടുംബത്തിലെ അംഗവുമാണ്. പറഞ്ഞു വന്നപ്പോൾ പുള്ളി വളരെ കൂളായി പറയുകയാണ് പുള്ളി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു സാത്താൻ സഭയിലെ അംഗമാണ്. പുള്ളി എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം സാത്താൻ സേവയെക്കുറിച്ച് എനിക്ക് അന്ന് വരേണ്ടായിരുന്ന പല ധാരണകളും തിരുത്തി കുറിക്കുന്നതായിരുന്നു അത്. ഞാൻ കരുതിയിരുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് സാത്താൻ ആരാധന നടക്കുന്നത് എന്നതായിരുന്നു. പക്ഷേ പുള്ളിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം പുള്ളിക്ക് തന്നെ ഈ തലസ്ഥാന നഗരിയിൽ 10ഓളം സ്ഥലത്ത് ആരാധന നടക്കുന്നു എന്നതറിയാം. മാത്രമല്ല ഈ കൂട്ടർ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മുടെ യുവതലമുറയെ ലക്ഷ്യം വെച്ച് നിൽക്കുകയുമാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വിവരമുള്ള തലമുറയെ. അതിനായി വാട്സപ്പ് കൂട്ടായ്മകളും ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളും വരെ അവർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയത് അവർ സമൂഹ മാധ്യമങ്ങൾ തലമുറയെ ആകർഷിക്കാനായി ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പിൻ്റെ ക്ലിപ്പുകളാണ്. പ്രധാനമായി ഗ്ലോബൽ എസൻസിൻ്റെ പോലുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന രവിചന്ദ്രനെ പോലുള്ള ആൾക്കാർ ദൈവത്തെ പരിഹസിക്കുന്നതും ദൈവം ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടെയും വാട്സപ്പ് വഴിയും ഇവർ പുതിയ തലമുറയിലേക്ക് പകർന്ന് അന്ധകാരം സൃഷ്ടിക്കുന്നു. ദൈവം ഇല്ല എന്ന് വളരെ പതുക്കെയാണെങ്കിലും അവരുടെ മനസ്സിലേക്ക് അത് കയറ്റുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ രവിചന്ദ്രനും അയാളുടെ ശിഷ്യന്മാരും അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ ഒരു വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ ജനതയ്ക്ക് സാൻമാർഗികത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആരും അറിഞ്ഞില്ലെങ്കിൽ എന്ത് പാപവും ചെയ്യാമെന്നും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്നും അവർ കരുതുന്നു. അതിൻ്റെ സാക്ഷിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാനവിടെ പരിചയപ്പെട്ടത്. ദൈവം ഉണ്ടെന്ന് വളരെ ശാസ്ത്രീയമായി തന്നെ ഞാൻ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ രവിചന്ദ്രൻ്റെ കടുത്ത ആരാധകനായ അയാൾ രവിചന്ദ്രൻ്റെ കൂടുതൽ ഐഡിയകൾ എന്നോട് പറഞ്ഞ് വാദിച്ചു കൊണ്ടിരുന്നു. നിരീശ്വരവാദം എങ്ങനെ
ഈ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരും എന്ന അവസ്ഥ ഞാൻ നേരിട്ട് അവിടെ കാണുകയായിരുന്നു. മതങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത് സാൻമാർഗീയതയാണെന്ന് ഞാൻ ഒരിക്കലും വാദിക്കുന്നില്ല. രവിചന്ദ്രൻ്റെ മുഴുവൻ ഫോളോവേഴ്സും ഇങ്ങനെയാകും എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു നല്ല ശതമാനം ആളുകളും ഈ നിരീശ്വരവാദികളുടെ വാക്കുകളിലൂടെ തിന്മയിലേക്ക് നടക്കുന്നുണ്ട് എന്നതൊരു വാസ്തവമായ കാര്യമാണ്. വീണ്ടും ദൈവം ഉണ്ടെന്ന് തെളിയിക്കാനായി ഞാൻ എൻ്റെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയ ചില വീഡിയോകൾ പുള്ളിക്ക് പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പോഴാണ് പുള്ളി രവിചന്ദ്രൻ്റെ മറ്റൊരു വിദ്യ പുറത്തെടുക്കുന്നത്. പരിഹാസവും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രവിചന്ദ്രൻ്റെ ശൈലിയും. പുള്ളി ഈ അടുത്തിടെ പല പ്രമുഖ ചാനലിലും കൊടുത്ത അഭിമുഖങ്ങളിൽ നിങ്ങൾക്കത് കാണാം. കാരണം സമൂഹത്തിനെ വളരെയധികം ബാധിച്ചതും പിടിച്ചുലച്ചതുമായ എൻഡോസൾഫാൻ കേസിൻ്റെ കാര്യത്തിൽ പോലും മനുഷ്യസാക്ഷിയെ ഞെട്ടിക്കുന്ന അഭിപ്രായമാണ് ഇയാൾ നടത്തിയത്. ഇയാളുടെ വാദത്തിനെതിരായി ചാനലിലെ അവതാരകൻ ഡാറ്റകളും ഫാക്ട്സുകളും നിരത്തിയപ്പോൾ പോലും വളരെ പുച്ഛത്തോടെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന വിചിത്രവാദവുമായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ നന്മയ്ക്കായി എന്ന് പറഞ്ഞ് വാദിക്കുന്ന നിരീശ്വരവാദത്തിന് ഇങ്ങനെ ഒരു കറുത്ത മുഖം കൂടെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ദൈവമുണ്ടെന്ന് കാണിക്കാനായി ഞാൻ ആ ചെറുപ്പക്കാരനെ കാണിച്ച എൻ്റെ വീഡിയോ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഒടുവിൽ ഞങ്ങൾ തമ്മിലുണ്ടായ ഡിബേറ്റിൽ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ പുള്ളി വളരെയധികം വയലൻ്റായി. പിന്നെ ഞാൻ വളരെ പണിപ്പെട്ടാണ് വിഷയം മാറ്റി അദ്ദേഹത്തെ ശാന്തനാക്കിയത്. ഇവിടെ ഞാൻ കണ്ടത് വഴിതെറ്റിയ ഒരു ചെറുപ്പക്കാരനെയല്ല, ഇയാൾ വഴിതെറ്റിയ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധിയാണ്. സാത്താൻ സേവയുടെ ഭീകരതയെക്കുറിച്ച് നിങ്ങൾ അറിവില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമാക്കാം. പൊതുവിൽ പറഞ്ഞാൽ റോമൻ കാത്തലിക് സഭയുടെ ലാറ്റിൻ കുർബാനയുടെ നേരെ വിപരീതമായ ആചാരമാണ് സാത്താൻ സേവയുടെ പ്രമുഖമായ ആരാധനാ രീതി. പക്ഷേ ഇത് അവരെ മാത്രമല്ല ഉന്നം വയ്ക്കുന്നത്, മനുഷ്യ സമൂഹത്തെ തന്നെയാണ്. ഇതിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ 1500കളിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജ്ഞി കാത്തറിൻ ഡി മേഴ്സി സാത്താൻ സേവ ചെയ്തു വന്നതായി ചരിത്രം പറയുന്നു. 1600 കാലഘട്ടങ്ങളിൽ ചില ക്രിസ്ത്യൻ പുരോഹിതന്മാർ പോലും സാത്താൻ സേവ ചെയ്തു വന്നതായി രേഖകളുണ്ട്. അപ്പോൾ ഇതിന് എത്രത്തോളം പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇവരുടെ ആരാധന രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൃത്തികേടുകളുടെ കൂത്തരങ്ങാണ്. ഇവരുടെ ആരാധനകൾ സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും തോന്നുന്ന പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ തലയോട്ടിൽ മനുഷ്യരക്തം, മൂത്രം, മാംസം എന്നിവ ഇവർ ഭക്ഷിക്കുന്നു. സ്ത്രീകളുടെ ആർത്തവ രക്തം പോലും ഇവർ ഭക്ഷിക്കുകയും ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. സാത്താൻ സേവകരുടെ ആലയത്തിൽ കയറുമ്പോൾ തന്നെ നിലത്തിട്ടിരിക്കുന്ന ബൈബിൾ ചവിട്ടിയും തുപ്പിയും അതിനെ അപമാനിച്ച് വേണം അകത്തേക്ക് കയറാൻ. അകത്ത് ചുവപ്പ് നിറത്തിലുള്ള അലങ്കാര വിളക്കുകൾ, ഇരുണ്ട് മൂടിയ അന്തരീക്ഷം, കറുത്ത വസ്ത്രം ധരിച്ച സാത്താൻ പുരോഹിതന്മാരും അവരുടെ അനുയായികളും, മനുഷ്യനെ വിഭ്രമം ജനിപ്പിക്കുന്ന മ്യൂസിക്കിൻ്റെ അകമ്പടി, ഇതൊക്കെയാണ് അതിനുള്ളിലെ അന്തരീക്ഷം. അൾത്താരയിൽ പൂർണ്ണനഗ്നായ ഒരു സ്ത്രീയെ മലർത്തിക്കിടത്തി 2 കൈയും 2 വശത്തേക്ക് വയ്ക്കുന്നു. ഈ 2 കൈയിലും മനുഷ്യൻ്റെയോ പന്നിയുടെയോ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുന്നു. കത്തോലിക്ക സഭയുടെ കുർബാനയ്ക്ക് കൊടുക്കുന്ന തിരുവോസ്തി ആർത്തവ രക്തത്തിലും മനുഷ്യരക്തത്തിലും മൂത്രത്തിലും മുക്കി സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങൾ വെച്ചാണ് ആരാധന തുടങ്ങുന്നത്. ആരാധനയിൽ ക്രൈസ്തവാക്യങ്ങളും കുർബാനയും തലതിരിച്ച് ചൊല്ലുന്നു. സാധാരണ ക്രിസ്ത്യൻ ആരാധനയിൽ കർത്താവിന് അല്ലെങ്കിൽ യേശുവിനെ സ്തുതി എന്ന് പറയുന്നതിന് പകരം സാത്താനെ സ്തുതി എന്നും തിന്മ ജയിക്കട്ടെ എന്നും പറയുന്നു. പിന്നീട് ലഹരിക്ക് അടിമപ്പെട്ട് കൂട്ടരതി നടത്തുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ആരാധനാ രീതികൾ. ക്രിസ്ത്യൻ ആചാരങ്ങളുടെ നേർ വിപരീതമായി ചെയ്യുന്ന ഇവർ ക്രിസ്ത്യൻ ആചാരാനുഷ്ഠാനങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. തലകീഴായി തൂക്കിയ കുരിശാണ് ഇവരുടെ പ്രധാന മുഖമുദ്ര. സാത്താൻ ആരാധകർ ഒരുപാട് രഹസ്യമുദ്രകൾ ഉപയോഗിക്കാറുണ്ട്. അവയിൽ പലതും നമ്മുടെ മലയാളി തലമുറയടക്കം ഫാഷൻ്റെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ ലോക്കറ്റ് രൂപത്തിലും മോതിര രൂപത്തിലും അണിയാറുമുണ്ട്. കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവോസ്തി മോഷണം പോയത് നമുക്ക് സാത്താൻ ആരാധനയോടുകൂടി കൂട്ടി വായിക്കാവുന്നതാണ്. അവരുടെ ആരാധനാ പുസ്തകങ്ങളുടെ പുറംചട്ട മനുഷ്യൻ്റെ തൊലിയിൽ നിർമ്മിച്ചതാണ്. കൂടാതെ മനുഷ്യബലിയും നടക്കുന്നതായി വളരെ രഹസ്യമായ വിവരങ്ങളുണ്ട്. ഇവർ മനുഷ്യഭ്രൂണം ഭക്ഷിക്കുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തെയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും അപമാനിച്ചും സാത്താൻ്റെ ഇഷ്ടം നേടാമെന്നും അതിലൂടെ ശത്രു സംഹാരവും ഉയർച്ചയും നേടാമെന്നും അവർ വിശ്വസിക്കുന്നു. ശത്രു സംഹാരത്തിനായി അവർ ശത്രുക്കളുടെ ചിത്രങ്ങളും അവരുടെ രൂപങ്ങളും പ്രതീകാത്മകമായി മണ്ണിലടക്കം ചെയ്യാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ രാഷ്ട്രത്തലവന്മാരും സെലിബ്രിറ്റീസും
സാത്താൻ സഭയുടെ ആരാധകരും അനുയായികളുമാണെന്ന പകൽ പോലെ സത്യമാണ്. ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും സമൂഹത്തിൻ്റെ ഉന്നതന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് 10 സഭാകേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പരിചയപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ അറിവ് മാത്രമാണ്. ചിലപ്പോൾ അതിലേറെയും കണ്ടെന്നിരിക്കാം. കൊച്ചിയിലും എറണാകുളവും ഇതിൻ്റെ കേന്ദ്രമാണെന്നാണ് രഹസ്യവിവരം. ഞാൻ പരിചയപ്പെട്ട ചെറുപ്പക്കാരന് ദൈവത്തിൽ വിശ്വാസമില്ല. എങ്കിലും മയക്കുമരുന്നിലും രതിവൈകൃതങ്ങളും പ്രദാനം ചെയ്യുന്ന സാത്താൻ ആരാധനയോട് പ്രതിപത്തി തോന്നിയതിൽ അത്ഭുതമില്ല. കാരണം നിരീശ്വരവാദികളുടെ പ്രഭാഷണങ്ങളിലൂടെ അയാളുടെ സാൻമാർഗികത നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കരുതാം.